സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്. ജീവനക്കാർ കൃത്യസമയത്ത് ജോലിക്ക് എത്തുന്നുവെന്നും പോകുന്നത് സമയമാകുമ്പോഴാണെന്നും ഉറപ്പാക്കുവാനാണ് ഇത് ചെയ്തത്. നഗരങ്ങളിൽ ഇത് 10:15 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് സമയം. ഗ്രാമങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഈ ജോലി സമയം വർദ്ധിപ്പിച്ചിട്ട് ശനിയാഴ്ചകളിൽ അവധി നൽകുന്നതിനെക്കുറിച്ച് ഈ കഴിഞ്ഞിടയ്ക്ക് സർക്കാർ ആലോചിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പ്രവൃത്തി സമയം വരെ അട്ടിമറിക്കപ്പെടുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഓഫീസിൽ എത്തുക പോലും ചെയ്യാത്ത ജീവനക്കാർക്ക് ഹാജർ രേഖപ്പെടുത്തുവാൻ കഴിയും. ഇതുവഴി താമസിച്ചു വരുന്നവരും നേരത്തെ പോകുന്നവരും ഈ സമയമാകുമ്പോൾ അവരുടെ ഫോൺ എടുത്ത് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഹാജർ രേഖപ്പെടുത്തും. ഒരുപാട് ജീവനക്കാരുള്ള കളക്ടറേറ്റ് പോലെയുള്ള ഓഫീസുകളിലൊക്കെ ഒന്നോ രണ്ടോ പഞ്ചിങ് മെഷീനുകൾക്ക് എല്ലാവരുടെയും ഹാജർ ഈ സമയത്തിനുള്ളിൽ രേഖപ്പെടുത്തുവാൻ പരിമിതിയുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നീണ്ട ക്യൂ രൂപപ്പെടുകയും സമയത്ത് വന്നെങ്കിൽ പോലും ക്യൂ നിന്ന് സമയം പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. GPS എനേബിൾഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഫേസ് റെക്കഗ്നീഷനിലൂടെ ആണ് പഞ്ചിങ് ചെയ്യുന്നത്. ഇവർ ജോലി ചെയ്യുന്ന ക്യാമ്പസിന്റെ ഉള്ളിൽ എത്തിയാൽ ഈ അറ്റൻഡൻസ് രേഖപ്പെടുത്തുവാൻ കഴിയും. ഓഫീസിൽ ചെന്ന് സീറ്റിൽ ഇരിക്കണമെന്നില്ല. അതേപോലെ തന്നെ വൈകുന്നേരം ഓഫീസ് സമയം കഴിയുന്നതിന് മുൻപ് പുറത്തിറങ്ങിയാലും സമയമാകുമ്പോൾ ഫോണിലൂടെ പഞ്ചിങ് ചെയ്ത് സ്ഥലം വിടാം. GPS സിഗ്നലിന് കൃത്യസ്ഥലം തിരിച്ചറിയാൻ കഴിയാത്ത പോരായ്മയാണ് ഇവർക്ക് ഗുണകരമാകുന്നത്. ക്യാമ്പസിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും എത്തിയാൽ ഈ ഔദ്യോഗിക ആപ്ലിക്കേഷൻ തുറന്ന് ഒരു സെൽഫി എടുക്കുന്നത് വഴി പഞ്ചിങ് ചെയ്യാനാകും. കേരള സർക്കാർ ജോലിയിൽ ശരിയായ രീതിയിൽ പ്രവേശിക്കുന്നത് അതികഠിനമായ PSC എക്സാം വഴിയാണ്. മികച്ച ഓർമ്മശക്തി ഉള്ളവർക്കാണ് ഈ പരീക്ഷകൾ പാസ്സായി മികച്ച റാങ്ക് നേടി ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ടെന്ന് അറിയണമെങ്കിൽ ഓഫീസ് സമയം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തിയാൽ മതി. ഒരു പങ്ക് ജീവനക്കാർ അവരുടെ പ്രവൃത്തി സമയം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഗവേഷണത്തിലാണ്. എന്നാൽ ഇതിനിടയിലും കൃത്യമായി സമയം പാലിക്കുന്നവരും കൃത്യമായി ജോലി ചെയ്യുന്നവരും ഉണ്ടെന്നുള്ളതും വാസ്തവമാണ്. നികുതിദായകരിൽ നിന്നുള്ള വരുമാനവും ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിക്കുന്ന നികുതി വഴിയുമാണ് സർക്കാർ ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. എന്നാൽ പ്രവൃത്തി സമയം പോലും ജോലി ചെയ്യാതെ താമസിച്ചു വന്ന് നേരത്തെ പോകാനുള്ള മാർഗം നോക്കുമ്പോൾ പൊതുജന സേവന മേഖലയിൽ ജോലി നേടിയത് ഇവർ വെറും വരുമാന മാർഗമായാണ് കാണുന്നത് എന്നതിന്റെ സൂചനയാണ്. രാവിലെ ഹാജർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർ പുറത്തിറങ്ങിയാലും അത് രേഖകളിൽ വരുന്നില്ല. ഇവർ തൊഴിലിൽ കാണിക്കുന്ന ഈ അനാസ്ഥ മൂലം ആണ് ഫയലുകൾ നീങ്ങാതെ കെട്ടിക്കിടക്കുന്നത്. പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ പലതും ഇഴയുന്നത്. ഇതുമൂലം സാധാരണ ജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരുന്നു. ചില ജീവനക്കാർ കാണിക്കുന്ന അനാസ്ഥയും ഉടായിപ്പും മൂലം ആ രംഗത്തെ എല്ലാ ജീവനക്കാർക്കും അതിന്റെ പേരുദോഷം ഉണ്ടാകുന്നുമുണ്ട്. ഓരോ മാസവും കോടിക്കണക്കിന് തുകയാണ് ജീവനക്കാർക്കുള്ള ശമ്പളത്തിനായി സർക്കാർ ചിലവഴിക്കുന്നത്. എന്നാൽ ജീവനക്കാർ എങ്ങനെ പണിയെടുക്കാതിരിക്കും എന്ന് നോക്കുമ്പോൾ പബ്ലിക് ഫണ്ടാണ് പാഴായി പോകുന്നത്. സാങ്കേതിക വിദ്യകൾ വളരുന്നതും സർക്കാർ ഓഫീസുകളിൽ പഞ്ചിങ് മെഷീനുകൾ വന്നതും ഒക്കെ ഏറെ കൊട്ടിഘോഷിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലും പഴുതുകൾ കണ്ടെത്തുവാൻ മികച്ച ബുദ്ധി ഇവർക്കുണ്ട്. അത് മാധ്യമങ്ങൾ വഴി എത്തുകയോ പൊതുജനങ്ങൾ അറിയുകയുമില്ല. പഞ്ചിങ് പോലുള്ള സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുമ്പോൾ തുടർന്നും അത് കൃത്യമായി മോണിറ്റർ ചെയ്തില്ലെങ്കിൽ സാങ്കേതികമായി തന്നെ അത് അട്ടിമറിക്കപ്പെടും. ഇവിടെയും നാം അത് തന്നെയാണ് കാണുന്നത്. ഒരു പങ്ക് സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അവർ ഇതിനെ ഒരു മാസ ശമ്പളത്തിനുള്ള മാർഗമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ജനങ്ങൾക്ക് സേവനം ഉറപ്പാക്കുന്നതിനും ഉള്ളതാണെന്നും അത് ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആണിവർ എന്ന ബോധം ഇവർക്കുണ്ടാകുന്നില്ല. ജോലിയല്ല ഇപ്പോൾ അവർക്ക് പ്രധാനം, രാവിലെയും വൈകുന്നേരത്തെയും ഒരു സെൽഫിയാണ്.